അപ്പോൾ സങ്കടങ്ങളൊക്കെ മാറിയല്ലോ. കാവ്യയും അച്ചുവും പിന്നെ ഞങ്ങളുമൊക്കെ കുറച്ചൊക്കെ റിഹേഴ്സൽ ചെയ്തിട്ടിരിക്കുക. ഇനി നാടകത്തിലെ നായകനും നായികയുമാണ് വേണ്ടത്. അപ്പോൾ പ്രഫുൽ, നീയാണ് നമ്മുടെ നായകൻ, തൃപ്തി പറഞ്ഞു. അപ്പോൾ നായിക ആരാ എന്നായി അശോക്. വേറെ ആരാ, വീണമോള്, രഞ്ജിനിയായിരുന്നു മറുപടി പറഞ്ഞത്. പൊന്നു, നീ ഒന്ന് നോക്കിയേ, ഈ നാടകത്തിൽ അമീനായിട്ട് പ്രഫുൽ ദേവും നായികയായ അലീനയായിട്ട് നമ്മുടെ യഥാർത്ഥ അലീനയും തന്നെ വന്നാൽ എങ്ങനെയിരിക്കും? നോക്ക്, അവർ തമ്മിൽ കാണാനും നല്ല ചേർച്ചയുണ്ട്. അലീനയ്ക്ക് അവളുടെ പേരും മാറ്റണ്ട. തൃപ്തി ഒരാശ്ചര്യത്തോടെ മഹിമയുടെ കാതിൽ അടക്കം പറഞ്ഞു. പ്രഫുൽ ദേവിന്റെ ഒരു വശത്ത് എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ അലീന. വേണ്ടമ്മേ, എനിക്ക് നാടകത്തിലൊന്നും താല്പര്യമില്ല. നായികയുടെ പേര് അലീന എന്നല്ലേ? നടിയും അലീന തന്നെ ആയിക്കോട്ടെ. വീണ സന്തോഷത്തിന്റെ മുഖംമൂടി അണിയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അറിഷ്, ഒരു ഉറപ്പിന് വേണ്ടി പ്രഫുൽ ദേവ് ചോദിച്ചു. യെസ്, ഐ എം സീരിയസ്, വീണ സാധാരണ മട്ടിൽ മറുപടി പറഞ്ഞു. ദേ കിടക്കണം, വീണയ്ക്ക് മിസ്സസ് സീരിയസ് ആവാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. അച്ചായനെ കൂടെ ഞാൻ, അതും നായികയായിട്ട്. എല്ലാം കൂടി എപ്പോൾ കുളമായെന്ന് ചോദിച്ചാൽ മതി. മുഖത്ത് കാണിച്ച ഒരു പരിഭവത്തോടെ ആംഗ്യ ശൈലിയിൽ കൈകൾ ചലിപ്പിച്ചുകൊണ്ട് അലീന മനസ്സിൽ പറഞ്ഞു. ഓക്കെ അലീന, ആർ യു റെഡി? തൃപ്തി ചോദിച്ചു. ഇല്ല ഇല്ല, അലീന സമ്മതഭാവത്തിൽ നിഷേധം അറിയിച്ചു. പക്ഷെ നിന്റെ ഭാവം അങ്ങനെയല്ലല്ലോ. മഹിമ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ഒരു മന്ത്രവാദിനിയുടെ ഭാവത്തിൽ ചോദിച്ചു. എങ്കിൽ ശരി, എന്റെ ഭാവം പോലെ തന്നെ നടക്കട്ടെ. പുറത്തു വന്ന ലജ്ജയെ മറച്ചു വെച്ചുകൊണ്ട് അവൾ സമ്മതം അറിയിച്ചു. അപ്പോഴേക്കും ഒരു കടലാസുമായി തൃപ്തി അവിടേക്ക് വന്ന് അവർക്കുള്ള ആദ്യത്തെ സീൻ വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങി. ആ വാക്കുകൾക്കപ്പുറത്തെ സങ്കല്പങ്ങളിലേക്ക് അവർ മെല്ലെ ഒഴുകിയിറങ്ങി. എന്താ, ഈ സീൻ ചെയ്തു നോക്കാം? അലീനയും പ്രഫുൽ ദേവും പെട്ടെന്ന് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ഒരു നെട്ടിലൂടെ ഇല്ല എന്ന് തലതിരിച്ചു. എന്താ ഇല്ലേ? തൃപ്തി വീണ്ടും ചോദിച്ചു. തൃപ്തി, ഈ സീൻ കുറച്ച് ബോറാ, ഇത് അവസാനം ചെയ്യാം. അടുത്ത സീൻ പറയേ. അലീന ഒരു മടിയോടെ വിവശയായി പറഞ്ഞു. ശരി. തൃപ്തി അടുത്ത സീൻ വായിച്ചു. കറുത്ത സ്വപ്നങ്ങളുടെ ഇരുണ്ട കലവറയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന കാവ്യ. സ്വപ്നവും യാഥാർത്ഥ്യവും തിരിച്ചറിയാനാകാതെ അവൾ അസഹനീയമായി തലവെട്ടിച്ചുകൊണ്ടിരുന്നു. ഭയം അവളെ വിഴുങ്ങിയിരുന്നു. കളിച്ചിരികളുമായി ഒപ്പമുണ്ടായിരുന്ന തൻ്റെ പ്രിയ കൂട്ടുകാരിയെ ഇരുട്ടറയിൽ ബന്ധിക്കുന്ന രാക്ഷസിയുടെ മുഖം അവളുടെ ഓർമ്മയിൽ നിന്നുണരാൻ തുടങ്ങി. അവളുടെ ഭീഷണിയുടെ സ്വരം കാതിൽ മുഴങ്ങാൻ തുടങ്ങി. രാക്ഷസിയുടെ പേര് പറഞ്ഞ് എത്രയോ രാത്രികളിൽ തൻ്റെ മൊബൈൽ ഫോൺ തന്നെ ഉറങ്ങാൻ അനുവദിക്കാതിരുന്നതും ഒരു തെല്ലടയ്ക്ക് ആ കുഞ്ഞു മനസ്സിൽ ഭയമായി നിറഞ്ഞു. കാവ്യ തൊട്ടടുത്തിരുന്ന കുഷൻ ചേർത്ത് പിടിച്ചുകൊണ്ട് സോഫയിൽ പേടിച്ചമർന്നിരുന്നു. അടങ്ങാത്ത അമർഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മറച്ചുവെച്ച പ്രണയത്തിൻ്റെയും പ്രതീകമായി വീണ ഗോവിന്ദിനെ സമീപിച്ചു. ഗോവിന്ദ്, ഇത്തവണ നിന്നോട് സംസാരിക്കാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. ശബ്ദമിടറാൻ തുടങ്ങി. ഗോവിന്ദ്, ഞാനൊരിക്കലും കളവ് കാണിച്ചിട്ടില്ല, വഞ്ചന ചെയ്തിട്ടില്ല. ആത്മാർത്ഥമായല്ലേ ഞാൻ സ്നേഹിച്ചത്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ പ്രണയം കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന്. വീണ, എനിക്കും ചിലത് പറയാനുണ്ട്, ഗോവിന്ദ് പറയാനൊരുങ്ങി. ഇല്ല ഗോവിന്ദ്, നിന്നെ ഞാനൊരു നല്ല കൂട്ടുകാരനായിട്ടാണ് കണ്ടിരുന്നത്. അമിത് എവിടെയുണ്ടെന്ന് നീ ഇനിയെങ്കിലും വന്ന് പറയുമെന്ന് ഞാൻ കരുതി. അതിനുവേണ്ടിയാ നിന്നോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചത്. എന്തു തന്നെയായാലും അവൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാലോ. അവനോട് വിളിച്ച് പറഞ്ഞേക്ക്. വീണ ഇനി നിന്നെ ഓർത്ത് സ്വന്തം ജീവിതം തകർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. ഇതും പറഞ്ഞ് ദുഃഖം ഉള്ളിലൊളിപ്പിച്ച് ഒരു ധീരവനിതയെപ്പോലെ വീണ പുറത്തേക്ക് പോയി. അവളുടെ അവസാന വാക്കും ആ മുറിയുടെ ചുവരുകളിൽ തട്ടി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ഗോവിന്ദ് താൻ കയ്യിലൊതുക്കി പിടിച്ചിരുന്ന മൊബൈൽ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് എന്ത് പറയണമെന്നറിയാതെ നിന്നു. അമിത്, ഇടറുന്ന സ്വരത്തിൽ അവൻ വിളിച്ചു. താങ്ക് യു ഗോവിന്ദ്. ഇതായിരുന്നു എനിക്ക് കേൾക്കേണ്ടിയിരുന്നത്. ഫോണിന്റെ മഹതലക്കിൽ നിന്ന് അമിതിന്റെ വാക്കുകൾ ഇങ്ങേ തലക്കിലുള്ള ഗോവിന്ദിന്റെ മുറിയിൽ വീണയുടെ വാക്കുകളോടൊപ്പം പ്രകമ്പനം ചെയ്തു. അയ്യോ, നിങ്ങളൊന്ന് തീരുമാനിക്കേ. ഇത് എത്ര നേരമായി ബോറ, റൊമാൻറ്റിക്ക, നോർമല, തമാശ എന്നൊക്കെ പറഞ്ഞ് ഓരോ സീനും മാറ്റി മാറ്റി എടുക്കുവാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്ന ഓരോ സീനും നിങ്ങൾ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചുമ്മാ സങ്കല്പിച്ച് കൂട്ടുവാണെന്നോ. സഹികെട്ട തൃപ്തി ഒരു പരിഭവത്തോടെ പറഞ്ഞു. തൃപ്തി പ്ലീസ്, ഒരു ചാൻസ് കൂടി, അലീന എളിമയോടെ ചോദിച്ചു. ഞാൻ കരുതിയിരുന്നത് നിനക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലെന്നാ. പക്ഷെ അലീനെ, രഞ്ജിനി ആൻറ്റി പറഞ്ഞതുപോലെ വീണ തന്നെ അഭിനയിക്കട്ടെ. അപ്പോഴേക്കും വീണ അവിടേക്ക് വന്നു. പെട്ടെന്ന് അലീനയുടെ മുഖത്തേക്ക് കാർമികം വന്നുകൂടി. ഒരു വിഷാദത്തോടെ അവൾ മനസ്സിലോർത്തു. എനിക്കെന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകാൻ മനസ്സ് വരാത്തത്? എനിക്കെന്തായി സംഭവിക്കുന്നത്? എങ്കിൽ ശരി, വീണ വരട്ടെ. പ്രഫുൽ ദേവ് സമ്മതിച്ചു. അലീന പിന്നെ ഒന്നും ചിന്തിച്ചതുമില്ല, ചോദിച്ചതുമില്ല. അവിടെ നിന്നും പോയി. വീണ റിഹേഴ്സലിന് തയ്യാറായി. അലീന എന്തിനെന്നില്ലാതെ ശഠിച്ചുകൊണ്ട് കാവ്യയുടെ അടുത്ത് വന്നിരുന്നു. എന്തു പറ്റി? സമൂഹത്തിലുള്ള തിരക്ക് പിടിച്ച ഒരു കൂട്ടുകാരിയുടെ മട്ടിൽ ദുർഗമായ ഓർമ്മകളുടെ പാതയിൽ അലസയായിരുന്ന കാവ്യ ചോദിച്ചു. ഒന്നുമില്ല, അത്
പെട്ടെന്ന് മറുപടി പറയാൻ ഒരുങ്ങിയെങ്കിലും എന്ത് പറയണമെന്നറിയാതെ അവൾ തടഞ്ഞു നിർത്തപ്പെട്ടു. അപ്പോഴാണ് കുസൃതിക്കാരനായ അച്ചുവിന്റെ സ്വരമുയർന്നത്. അതറിയില്ലേ, നിവിൻ പോളിയുടെ കൂടെ അഭിനയിക്കാൻ പോയതാ. പക്ഷെ പുള്ളിക്കാരന്റെ കൂടെ അഭിനയിക്കാൻ നസ്രിയ വന്നതുകൊണ്ട് അവരെല്ലാം കൂടി ചവിട്ടി പുറത്താക്കി. അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ, അതിൻ്റെയായി കാണിക്കുന്നത്. ചുമ്മാ തിരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഭവത്തോടെ അലീന അച്ചുവിന്റെ നേരെ കൈ ഉയർത്തി. എൻ്റെ ചേച്ചി, എനിക്ക് ചേച്ചി എന്നല്ല, അലീന അനിയത്തിയെന്നാ ശരിക്കും പറഞ്ഞ് വിളിക്കാൻ തോന്നുന്നത്. കാരണം ഞാൻ ചേച്ചിയെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ചിരിയോടെ കാവ്യ പറഞ്ഞു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അലീന ഇടയ്ക്ക് കയറി ചോദിച്ചു, എന്ത് നിവിൻ പോളി അല്ല പ്രഫുൽദേവിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിനി ഒന്നും കഴിക്കാതിരിക്കുമെന്നോ? എനിക്ക് അഭിനയിക്കാൻ പണ്ടേ ഇഷ്ടമല്ല. പിന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചപ്പോൾ അങ്ങ് സമ്മതിച്ചു പോയതാ. എനിക്ക് പ്രഫുൽദേവിൻ്റെ കൂടെ അഭിനയിക്കാനൊന്നും ഇഷ്ടമല്ല. എനിക്ക് ജീവിക്കാനാണ് ഇഷ്ടം. പ്രഫുൽദേവിൻ്റെ കൂടെയോ? അച്ചു അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, ഓർക്കപ്പുറത്ത് നാവിൽ നിന്ന് വഴുതി വീണ ഉത്തരം. അത് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ ഒരു ഞെട്ടൽ പടർന്നു. അപ്പോൾ തന്നെ അവൾ അത് നിഷേധിക്കുകയും ചെയ്തു. അഭിനയത്തെക്കാളും വലിയ കഥയുള്ളത് ജീവിതമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അവൾ തന്റെ ഭാഗം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന് കാവ്യ പറഞ്ഞപ്പോൾ അലീന തിരിച്ചു ചോദിച്ചു. ചെറിയച്ഛന്റെ നായികയാവാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് കഴിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നല്ലേ? ഒരു കള്ളച്ചിരിയോടെ കാവ്യ ചോദിച്ചു. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഉത്തരം മുട്ടിയെങ്കിലും അലീന പെട്ടെന്ന് നാവിൽ വന്നത് പറഞ്ഞ് തിരിഞ്ഞിരുന്നു. അടക്കി പിടിച്ച ചിരിയോടെ കാവ്യ ചോദിച്ചു. ചേച്ചി, ഞാൻ നേരത്തെ പറയാൻ വന്നത് എന്നെ മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ. ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ? എങ്കിൽ ശരി, പറയൂ. അലീന അവളുടെ മുഖത്ത് നോക്കാതെ തന്നെ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. ചേച്ചി ശരിക്കും കൊച്ചു കുട്ടികളെ പോലെയാ. എല്ലാത്തിനും ചേച്ചിക്ക് ചേച്ചി തന്നെ കണ്ടുപിടിച്ച മീനിങ്സ് ഉള്ള വാക്കുകൾ ഉണ്ടായിരിക്കും. അച്ചു എന്നോട് പറഞ്ഞത് ചേച്ചിയുടെ ഹൃദയം ഇടിക്കുന്ന താളം മാറുമ്പോൾ സംസാരിക്കുന്ന ശൈലി മാറുമെന്നാ. പക്ഷേ നിങ്ങൾ ചേച്ചിയും അനിയനും അത് സന്തോഷമെന്ന വാക്കിൽ ഒതുക്കുവാണെന്നോ എന്തൊക്കെ അച്ചു എന്നോടൊന്ന് പറയാൻ നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ എനിക്ക് തോന്നും നിങ്ങൾ രണ്ടുപേരും ഫിലോസഫി പറയുകയാണെന്നൊക്കെ. എനിക്കതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. അമ്മ ചില പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ ഞാൻ അടുത്തിരിക്കാറുണ്ട്. കാവ്യ പറഞ്ഞുകൊണ്ടിരുന്നു. നീ എന്നെക്കുറിച്ച് കരുതിയിരുന്നതൊക്കെ തെറ്റാണെന്നും ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നുവെന്നുമൊക്കെ വന്നാൽ നീ എന്നെ വെറുക്കില്ലേ? നീ കരുതുന്നത് പോലെ ഞാൻ കുറ്റബോധവും സങ്കടവും നിറഞ്ഞ വീണയുടെ ആ വാക്കുകൾ പ്രഫുലിനോടായിരുന്നു സംസാരിച്ചിരുന്നത്. പ്രഫുൽ അവളെ സംശയത്തോടെ നോക്കി. വീണ കരഞ്ഞുകൊണ്ട് തുടർന്ന് പറയാനൊരുങ്ങി. വെരി ഗുഡ് വീണ, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് ഉല്ലാസത്തോടെ പറഞ്ഞുകൊണ്ട് തൃപ്തി ഇടയ്ക്ക് കയറി വന്നു. വീണയ്ക്ക് പെട്ടെന്ന് ചിരി പൊട്ടി. എന്നാൽ പ്രഫുലിന് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. അപ്പോഴേക്കും അലീനയും കാവ്യയും അച്ചുവും കൂടി അവിടേക്ക് വന്നു. പെട്ടെന്നായിരുന്നു പ്രഫുൽദേവിന് ഒരു ഫോൺ കോൾ വന്നത്. അപ്പോൾ തന്നെ ഫോണും എടുത്ത് അവൻ കുറച്ചങ്ങോട്ട് മാറി നിന്നു. ഇയാൾ ചാട്ടക്കാരൻ അച്ചായനെന്നല്ല വിളിക്കേണ്ടത്, വല്ല ചിരിക്കത്തേമാനെന്നോ ഫോണിൽ വസുന്നോ വേണം വിളിക്കാൻ. അലീന അവനെ കളിയാക്കിയെങ്കിലും അവളുടെ മുഖത്ത് കടന്നൽ കുത്തിയ പ്രതീതിയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. അലീനെ, നിനക്ക് മറ്റൊരു റോൾ തന്നെ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അവളെ സമീപിച്ചു. മുത്തശ്ശി, ഈ വീട്ടിൽ എൻ്റെ റോൾ ഒരിക്കൽ കഴിഞ്ഞതാ. പക്ഷേ ഇപ്പോഴും അരങ്ങൊഴിയാതെ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ അച്ചുവിനെയും കൂട്ടി ഇവിടെ നിന്ന് പൊയ്ക്കോളാം. കാവ്യ ഇപ്പോൾ പഴയ കാവ്യയേ അല്ലല്ലോ. അലീന വിനയത്തോടെ പറഞ്ഞു. അച്ചുവിനെയും കൂട്ടി നീ തൽക്കാലം എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്തി അവിടേക്ക് കടന്നു വന്നു. അവളുടെ കയ്യിലിരുന്ന 2 കടലാസുകൾ കാറ്റിനൊപ്പം താളം പിടിക്കുന്നുണ്ടായിരുന്നു. എന്താ മാഡം പറഞ്ഞത്? അലീന അവിശ്വസനീയമാം വണ്ണം ചോദിച്ചു. അലീന, നാളെ ഇവിടെ പാർട്ടിയും നാടകവുമൊക്കെ ഉണ്ട്. മറ്റന്നാൾ കാവ്യയെ ഹോസ്റ്റലിൽ ചേർക്കും. കാരണം അവൾക്ക് വെക്കേഷൻ ക്ലാസ് തുടങ്ങാറായി. കാവ്യയും അച്ചുവും എൻ്റെ നല്ല കൂട്ടുകാരാണെന്ന് കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ കരുതുന്നത് കാവ്യ പഠിക്കേണ്ട സ്കൂളിൽ തന്നെ അച്ചുവും പഠിക്കണമെന്നാ. ദീപ്തി ഗൗരവത്തോടെ പറഞ്ഞു നിർത്തിയതും അത് ഉൾക്കൊള്ളാനാകാതെ അലീന എന്തോ ചോദിക്കാനൊരുങ്ങി. എന്നാൽ അവൾ ഒരു വാക്കുപോലും പറഞ്ഞു തീർക്കും മുമ്പേ ദീപ്തി പറഞ്ഞു. എനിക്കറിയാം, ഫീസ്, യൂണിഫോം, അനിയനെ പിരിയുമ്പോഴുണ്ടാകുന്ന വേദന, ഇതൊക്കെയല്ലേ അലീനയുടെ പ്രശ്നങ്ങൾ. മൂന്നാമത്തേത് എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. പിന്നെ അച്ചു പറയുന്നത് അലീന ചേച്ചിയുടെ ആഗ്രഹം പോലെ എന്നാ. എന്നാൽ എനിക്കറിയാം അവൻ ആഗ്രഹമുണ്ടെന്ന് ദീപ്തി പറഞ്ഞു നിർത്തി. അലീന നിറഞ്ഞ സന്തോഷത്തോടെയും സംപ്രീതിയോടെയും തലവെട്ടിച്ചുകൊണ്ട് ദീപ്തിയോട് പറഞ്ഞു. മാഡം, എനിക്കെൻ്റെ അനുജനെ പിരിഞ്ഞിരിക്കുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ എനിക്കവൻ്റെ ഭാവി നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ പഠിക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ നല്ല സ്കൂളുകളുണ്ട്. പിന്നെ കാവ്യയെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഞാൻ അവനെ ആ സ്കൂളിൽ തന്നെ ചേർക്കാം. പക്ഷെ മാഡം, നിങ്ങൾ എന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് മാത്രം മതി കൂലി. അച്ചുവിനെ പഠിപ്പിക്കാനുള്ള പണം അവൻ്റെ ചേച്ചി എന്ന നിലയ്ക്ക് ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. അലീന പറഞ്ഞു നിർത്തിയപ്പോൾ അസൂയ കലർന്ന അവിശ്വസനീയതയോടെ അവളെ നോക്കിക്കൊണ്ട് ദീപ്തി പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിന്നോട് അസൂയ തോന്നുന്നത്. ഈ പേപ്പർ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ പേപ്പർ അലീനയുടെ നേരെ നീട്ടി. എന്തായിരിക്കാം ആ പേപ്പറിൽ? ദീപ്തി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? തുടർന്ന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക?
അതിനായി അടുത്ത പാർട്ട് വരെ കാത്തിരിക്കാം.